ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും മലയാളം ചോദ്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മേക്കിങ്ങിന്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് നോക്കുക, അതിൽ കയറി കാണുക കേട്ടോ. എന്നിട്ട് അതനുസരിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. കാര്യം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ എപ്പോഴും പറയും, നമുക്ക് മറ്റൊരാളോട് ചോദിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ചോദ്യം എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അറിയണം. അപ്പൊ ഇന്ന് നമ്മൾക്ക് എന്നും ഉപയോഗമുള്ള ഒരു തരം ക്വസ്റ്റ്യൻ സ്ട്രക്ചറാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ മേക്കിംഗ് ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അതായത്, എത്ര മണിക്കാണ് നീ ഓഫീസിൽ പോകാറ്? അല്ലെങ്കിൽ എത്ര മണിക്കാണ് നിനക്ക് അവിടെ എത്തേണ്ടത്? എത്ര മണിക്കാണ് ഡോക്ടറെ കാണേണ്ടത്? പിന്നെ എത്ര മണിക്കാണ് ബസ് പോയത്? നാളെ എത്ര മണിക്കാണ് അവർ വരുന്നത്? ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ എന്നും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര മണിക്കാണ് എന്നുള്ളത്. എത്ര മണിക്കാണ് മരുന്ന് കഴിക്കേണ്ടത്? എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത്? എത്ര മണിക്കാണ് സിനിമ തുടങ്ങിയത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പം അത്രയ്ക്കധികം പ്രധാനമുള്ളൊരു കാര്യമാണ് എത്ര മണിക്കാണ് എന്നുള്ളത്. അപ്പൊ നമുക്കിന്ന് ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ് എത്ര മണിക്കാണ്. എത്ര മണിക്കാണെന്ന് ചോദിക്കാൻ നമുക്ക് എന്താ ചോദിക്കേണ്ടത്? എത്ര മണി എന്ന് പറയുമ്പോൾ എത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൗ മച്ച്, ഹൗ മെനി എന്നൊക്കെ അങ്ങനെ പോകരുത്. എത്ര മണിക്കാണെന്ന് പറയുമ്പോൾ വാട്ട് ടൈം, അതാണ് നമുക്ക് വേണ്ടത്. എത്ര മണിക്കാണ് എന്ന് ചോദിക്കാൻ വാട്ട് ടൈം. പിന്നെ ഒന്നുമില്ല, നമ്മൾ ടെൻസ് അനുസരിച്ച് ബാക്കി അങ്ങ് ചോദിച്ചാൽ മാത്രം മതി. ഇപ്പോ എത്ര മണിക്കാണ് നീ വീട്ടിൽ നിന്നും ജോലിക്ക് പോവാറ്? എത്ര മണിക്കാണ് നീ ജോലിക്ക് പോകാറ്? അത് അവൻ എന്നും പോകുന്ന കാര്യമല്ലേ. അപ്പൊ നമുക്ക് എത്ര മണിക്കാണ് എന്നുള്ളത് നമുക്ക് വാട്ട് ടൈം എന്ന് വെക്കണം. ഇനി നമ്മൾ എന്നും നീ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ വാട്ട് ടൈം ഡു യു ലീവ് അല്ലേ? കാരണം അത് എന്നും ചെയ്യുന്നൊരു കാര്യമാണ്. വാട്ട് ടൈം ഡു യു ലീവ് ഫോർ വർക്ക്? വർക്കിന് വേണ്ടി എപ്പോഴാണ് പോകാറ്? വാട്ട് ടൈം ഡു യു ലീവ് ഫോർ വർക്ക്? എപ്പോഴാണ് വീട്ടിൽ നിന്നും ഇറങ്ങാറ്? മനസ്സിലായല്ലോ. ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ, എത്ര മണിക്കാണ് അവൾക്ക് ഇന്റർവ്യൂ? ഇന്റർവ്യൂ എത്ര മണിക്കാണ്? നമ്മൾ എപ്പോഴാണ് ചോദിക്കുന്നത്? ഇപ്പോഴാണ് ചോദിക്കുന്നത്. എത്ര മണിക്കാണ് ഇന്റർവ്യൂ? എത്ര മണിക്കാണ്? വാട്ട് ടൈം ഇന്റർവ്യൂ ഇസ് ഹർ ഇന്റർവ്യൂ? അവളുടെ ഇന്റർവ്യൂ എത്ര മണിക്കാണ്? ഇനി അടുത്ത്, എത്ര മണിക്കാണ് ഡോക്ടറെ കാണേണ്ടത്? ഞാൻ എത്ര മണിക്കാണ് ഡോക്ടറെ കാണേണ്ടത്? എത്ര മണിക്കാണ്? വാട്ട് ടൈം. കാണേണ്ടത്, പോകേണ്ടത്, ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു ഷുഡ് ഉപയോഗിക്കണമെന്ന്. അപ്പൊ വാട്ട് ടൈം ഷുഡ് ഐ സീ ദ ഡോക്ടർ? എപ്പോഴാണ്, എത്ര മണിക്കാണ്, എപ്പോഴാണ് എന്നല്ല, എത്ര മണിക്കാണ് ഞാൻ ഡോക്ടറെ കാണേണ്ടത്? വാട്ട് ടൈം കാണേണ്ടത്, ഷുഡ് ഐ സീ ദ ഡോക്ടർ? ഡോക്ടറെ കാണേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. വാട്ട് ടൈം വെക്കുക. പിന്നെ നമ്മൾ ഇത്രയും നാളും പഠിച്ച ടെൻസസ് നോക്കി അത് അങ്ങോട്ട് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്ര മണിക്കാണ്, എപ്പോഴാണോ എന്നല്ല, എത്ര മണിക്കാണ് ഇത് ചെയ്യേണ്ടതെന്നാവും. ഇനി എത്ര മണിക്കാണ് അവള് വന്നത്? എത്ര മണിക്കാണ് അവള് വന്നത്? വന്നത് വാട്ട് ടൈം ഡിഡ് ഷീ കം? ഇന്നലെ, യെസ്റ്റർഡേ. ഇന്നലെ എത്ര മണിക്കാണ് അവൾ വന്നത്? വാട്ട് ടൈം ഡിഡ് ഷീ കം യെസ്റ്റർഡേ? ഡിഡ് ഷീ കം യെസ്റ്റർഡേ നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി എത്ര മണിക്കാണ്? വാട്ട് ടൈം ഫ്രണ്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എത്ര മണിക്കാണ് ഡോക്ടർ വരുന്നത്? എത്ര മണിക്കാണ് ഡോക്ടർ വരുന്നത്? നമ്മൾ എങ്ങനെയാ ഇപ്പോഴല്ലേ ചോദിക്കുന്നത്? എത്ര മണിക്കാണ് ഡോക്ടർ വരുന്നത്? വാട്ട് ടൈം ഈസ് ദ ഡോക്ടർ കമ്മിങ്? വാട്ട് ടൈം ഈസ് ദ ഡോക്ടർ കമ്മിങ്? എത്ര മണിക്കാണ് ഡോക്ടർ വരുന്നത്? വാട്ട് ടൈം എത്ര മണിക്കാണ്? ഈസ് ദ ഡോക്ടർ കമ്മിങ്? ഇനി എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത്? സിനിമ തുടങ്ങുന്നത് എത്ര മണിക്കാണ്? നമ്മളത് എപ്പോഴും തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത്? എത്ര മണിക്കാണ്? വാട്ട് ടൈം സിനിമ തുടങ്ങുന്നത്? എപ്പോഴും തുടങ്ങുന്നു. ഡസ് ദ മൂവി സ്റ്റാർട്ട്? വാട്ട് ടൈം ഡസ് ദ മൂവി സ്റ്റാർട്ട്? എത്ര മണിക്കാണ് സിനിമ തുടങ്ങുന്നത്? ഇനി എത്ര മണിക്കാണ് സിനിമ തുടങ്ങിയത്? നമ്മൾ ചെന്നപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു, കുറച്ച് തീർന്നു, കുറച്ച് ഭാഗമായി. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര മണിക്കാണ് സിനിമ
തുടങ്ങിയത്, തുടങ്ങി കഴിഞ്ഞു. വാട്ട് ടൈം ഡിഡ് ദ മൂവി സ്റ്റാർട്ട്? തുടങ്ങി കഴിഞ്ഞു. വാട്ട് ടൈം ഡിഡ് ദ മൂവി സ്റ്റാർട്ട്? എത്ര മണിക്കാണ് സിനിമ തുടങ്ങിയത്? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഒന്നുമില്ല, നമ്മൾ എന്താണ് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടെൻസ് അറിയുക. ഏത് കാലം അനുസരിച്ചാണ് നമ്മൾ ചോദിക്കുന്നതെന്ന് അറിയുക. അത് ചോദിക്കുക. അതിനു മുമ്പ് എത്ര മണിക്കാണ്, വാട്ട് ടൈം എന്നും കൂടെ ചേർക്കുക. ഇനി വേറെ ഒന്ന്, ബസ് എത്ര മണിക്കാണ് പോകുന്നത്? വാട്ട് ടൈം ഡസ് ദ ബസ് ലീവ്? എത്ര മണിക്കാണ് ബസ് പോകുന്നത്? ബസ് ഒന്നും പോകുന്നതല്ലേ. വാട്ട് ടൈം ഡസ് ദ ബസ് ലീവ്? എത്ര മണിക്കാണ് പോകുന്നത്? എത്ര മണിക്കാണ് ബസ് പോയത്? ബസ് പോയി കഴിഞ്ഞു. വാട്ട് ടൈം ഡിഡ് ദ ബസ് ലീവ്? ഡിഡ് ദ ബസ് ലീവ്? പോയി കഴിഞ്ഞു. എത്ര മണിക്കാണ് ബസ് പോയത്? വാട്ട് ടൈം ഡിഡ് ദ ബസ് ലീവ്? ഇനി അവൾ എത്ര മണിക്കാണ് വരേണ്ടത്? അവള് എത്ര മണിക്കാണ് വരേണ്ടത്? വാട്ട് ടൈം വരേണ്ടത്? വാട്ട് ടൈം ഷുഡ് ഷി കം? എത്ര മണിക്കാണ് വരേണ്ടത്? ഇനി കോളേജ് എത്ര മണിക്കാണ് കഴിയുന്നത്? കോളേജ് തീരുന്നത് എത്ര മണിക്കാണ്? വാട്ട് ടൈം? അതൊക്കെ എന്നുമുള്ള കാര്യമാണ്. വാട്ട് ടൈം ഡസ് കോളേജ് എൻഡ്? കോളേജ് എത്ര മണിക്കാണ് തീരുന്നത് അല്ലെ കഴിയുന്നത്? ഇനി നാളെ എപ്പോഴാണ് അവര് വരുന്നത്? നാളെ എപ്പോഴാണ് അവര് വരുന്നത് എന്ന് ചോദിക്കാൻ പറ്റുമോ? നാളെ എത്ര മണിക്കാണ്? ഇനി എപ്പോഴാണെന്നുള്ളതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം പറഞ്ഞു തരാം. എത്ര മണിക്കാണ് നാളെ അവര് വരുന്നത്? എത്ര മണിക്കാണ്? വാട്ട് ടൈം? നാളെ വരുന്ന കാര്യം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ആർ ദേ കമ്മിങ് ടുമാറോ? നിങ്ങൾ ഓർക്കും അവിടെ വില്ലല്ലേ? വില്ലല്ല. കാര്യം എന്താണ്? ഇത് അവര് വരും എന്നുള്ളത് തീരുമാനിച്ചുറച്ച കാര്യമാണ്. നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. വാട്ട് ടൈം ആർ ദേ കമ്മിങ് ടുമാറോ? എത്ര മണിക്കാണ് നാളെ അവര് വരുന്നത്? ഇനി പിന്നെ നാളെ എത്ര മണിക്കാണ് പരിപാടി? നാളെ എത്ര മണിക്കാണ് പരിപാടി? പരിപാടിയെ നാളെ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്ന പരിപാടി എത്ര മണിക്കാണ്? വാട്ട് ടൈം ഇസ് ദ പ്രോഗ്രാം ടുമാറോ? തീരുമാനിച്ചിരിക്കുന്ന പ്രോഗ്രാം എപ്പോഴാണ്? വാട്ട് ടൈം ഇസ് ദ പ്രോഗ്രാം ടുമാറോ? എത്ര മണിക്കാണ് പ്രോഗ്രാം? അപ്പൊ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയല്ലോ. വളരെ എളുപ്പമാണ്. എത്ര മണിക്കാണ് നമ്മൾ ആദ്യം ചോദിക്കുക, വാട്ട് ടൈം എന്ന് കൊടുക്കുക. വാട്ട് ടൈം? എത്ര മണി? ഇനി ബാക്കി നമ്മുടെ കാലത്തിനനുസരിച്ച്, ടെൻസിനനുസരിച്ച് നമ്മൾ ബാക്കിയും കൊടുക്കുക. പ്രസന്റ് ടെൻസ് ആണോ, പാസ്റ്റ് ടെൻസ് ആണോ, ആ രീതിയിലെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്കറിയാം. പ്രസന്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഒക്കെ ഫ്യൂച്ചർ ടെൻസിലും ഒക്കെ ചോദിക്കാൻ നമുക്കറിയാം. അപ്പം എത്ര മണിക്കാണ് എന്ന് ആദ്യം കൊടുക്കുക. ഇനി ടെൻസ് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചേർക്കുക. എത്ര മണിക്കാണ് നിനക്ക് അവിടെ എത്തേണ്ടത്? എത്ര മണിക്കാണ് നിനക്ക് അവിടെ എത്തേണ്ടത്? കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എത്ര മണിക്കാണ് നിനക്ക് അവിടെ എത്തേണ്ടത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്ലേലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം ഒന്ന് കേട്ട് നോക്കുക. അതെല്ലാം ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. നിങ്ങൾ ചോദിക്കുക, അതേ രീതിയിൽ ചോദിക്കുക. ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ പോലും അതേ സ്ട്രക്ചറിൽ ചോദിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പം എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ കോഴ്സ് ഫെബ്രുവരി 5-ാം തീയതിയാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ബാച്ച് പുതിയത് തുടങ്ങുന്നത്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സാണ് ഫെബ്രുവരി 5-ന് തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ക്ലാസ്സുമായി കാണുന്നത് വരെ എല്ലാവരോടും നന്ദി പറയുന്നു.